കന്നഡയിൽ നിന്ന് പുതിയൊരു ഹൊറർ കോമഡി പടം വന്നിട്ടുണ്ട്. സൂ ഫ്രം സോ, സുലോചന ഫ്രം സോ, അങ്ങനെ എന്തൊരു സ്ഥലത്തിൻ്റെ പേരാണ്. ഒരു നല്ലൊരു ഫീൽ ഗുഡ് പടം കണ്ടൊരു ഫീലാണ്. ഒരുപാട് ഹൊറർ എലിമെൻറ്റ്സ് ഒന്നുമില്ല, എന്നാലും നമുക്ക് ബോറടിപ്പിക്കാതെ നമ്മളെ എൻജോയ് ചെയ്ത് കണ്ടിരിപ്പിക്കാൻ പറ്റുന്നൊരു പടം. ഒരു ലോ ഫ്രൈഔട്ടാണെന്ന് ചോദിച്ചാൽ അങ്ങനെയുമില്ല. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ നല്ല ചിരിക്കാനുള്ള കുറച്ച് എലമെൻറ്റ്സ് ഒക്കെ ഫീൽ ചെയ്തിട്ടാണ് ഈ ഒരു പടം പോവുക. ഒരു ഫീൽ ഗുഡ് പടം എന്നുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്യുന്നത്, ഒരു ഹൊറർ പടം എന്നോ ഒരു കോമഡി പടം എന്ന രീതിയിൽ അപ്രോച്ച് ചെയ്യേണ്ട, ഒരു ഫീൽ ഗുഡ് പടം എന്നുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു വട്ടം ഒന്ന് കണ്ടിരിക്കാൻ പറ്റുന്ന റൈറ്റുണ്ട്. ഈ സിനിമ പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു വില്ലേജ്, അതിലുള്ള ഒരു ചെറിയ പയ്യൻ, ആ പയ്യൻ്റെ പേരത്ത് ബാധ കയറി എന്ന് പറഞ്ഞ് നാട്ടുകാർ മുഴുവൻ അത് ഒഴിപ്പിക്കാൻ നടക്കുന്ന ഒരു കഥയാണ്. ചെറിയൊരു ക്യാമിയോ അല്ല, ചെറിയൊരു ക്യാരക്ടറായിട്ട് നമ്മുടെ രാജ്വി ഷെട്ടി അടക്കുന്ന സിനിമയിൽ വരുന്നുണ്ട്. ഈ സിനിമയുടെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്, ഇതിലിപ്പോൾ വലിയ പുതുമയൊന്നുമില്ല, അല്ലെങ്കിൽ പ്രൊഡിക്റ്റബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് അടുത്തുനിന്ന് നടക്കാൻ പോകുന്നതൊക്കെ നമുക്കറിയാം. അല്ലെങ്കിൽ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ക്ലൈമാക്സ് അവിടെ പോയി എൻഡ് നടക്കാൻ നമുക്കറിയാം, എന്ത് സീക്വൻസ് കാണിച്ചിട്ടായിരിക്കും നടക്കാം. പക്ഷേ ഈ സിനിമയുടെ മെയിൻ പോസിറ്റീവ് അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രത്യേകതയും ഇതിലെ ക്യാരക്ടറൈസേഷനാണ്. ഇപ്പോൾ 1-2 മെയിൻ ക്യാരക്ടേഴ്സ് അല്ലാതെ ഒരു ഗ്രാമം മൊത്തം ഇവർ കാണിക്കുന്നുണ്ട്. ഈ ഗ്രാമത്തിലുള്ള ആൾക്കാരെ സിനിമ കഴിയുമ്പോഴേക്കും നമുക്ക് പരിചയവും, ആരൊക്കെ എന്തൊക്കെയാണ്, ഇവിടെ അവരുടെ മാനറസ് എങ്ങനെയാണ്, അവരെങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നുള്ളതൊക്കെ. ഒരു ചായക്കടയിൽ അല്ലെങ്കിൽ ഒരു പലചരക്ക് കടയുടെ ഫ്രണ്ടിലിരിക്കുന്ന ഒരു അപ്പൂപ്പനുണ്ട്, കണ്ണ് കാണാത്തത്. ആളിങ്ങനെ വഴി പോണവരൊക്കെ മുഴുവൻ ഇങ്ങനെ ടീസ് ചെയ്യുന്നൊരു ക്യാരക്ടർ. ആ ക്യാരക്ടറിൻ്റെ പടത്തിൽ എന്തോ ഒരു സാധനം ചെയ്യാണ്ട് ഒരു ഇന്ന ക്യാരക്ടറാണെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഒരു പോയിന്റ് എത്തുമ്പോൾ ആ ഒരു ക്യാരക്ടർ ഒരു ചെറിയൊരു കോമഡി ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ആ ഒരു ക്യാരക്ടറിനെ കൊണ്ട് പ്ലേസ് ചെയ്തിരിക്കുക. അല്ലെങ്കിൽ ഒരു അളിയൻ ക്യാരക്ടർ ഉണ്ട്, അളിയൻ വരുന്ന സമയത്ത് ഒരു BGM ഒക്കെ ഉണ്ട്, വന്നല്ലോ അളിയൻ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞു. അത് പറയുമ്പോൾ തന്നെ ഡബ്ബ് കിടു ഒരു മലയാള പടം കണ്ട പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഒരു കന്നഡ പടം അല്ലെങ്കിൽ ഒരു അതർ ലാംഗ്വേജ് പടമാണ് നമ്മൾ കാണുന്ന, ഒരിക്കലും നമുക്ക് ഫീൽ ചെയ്യില്ല. കിഡിലായിട്ട് ഡബ്ബ് ചെയ്തിട്ടുണ്ട്. ഈ അടുത്തിറങ്ങിയതിൽ ഏറ്റവും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഡബ്ബ് കണ്ടത് ഇതിലാണ്. കാരണം ആ ഒരു മാനർസും അല്ലെങ്കിൽ അവരെന്താണ് പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളതെന്നും, അല്ലെങ്കിൽ ഇതിന് തീമുണ്ടല്ലോ, നമുക്ക് വെറുതെ ഡബ്ബ് ചെയ്യുമ്പോൾ വെറുതെ എഴുതി കൊടുത്ത് മാത്രം വായിക്കാല്ലാതെ സിനിമയിൽ എന്താണ് നടക്കുന്നത്, ആ ക്യാരക്ടേഴ്സ് എങ്ങനെയായിരിക്കും അത് ബിഹേവ് ചെയ്യുക, അവരുടെ വോയിസ് മോഡുലേഷനൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഡബ്ബ് ചെയ്തിട്ടുള്ളത്. കിഡിലൻ ഡബ്ബ്, അതിനൊരു ഹാറ്റ്സ് ഓഫ് തന്നെ കൊടുക്കണം. ഈ അടുത്തിറങ്ങിയതിൽ ഏറ്റവും നല്ല ഡബ്ബ് കണ്ടത് ഇതിലാണ്. കാരണം വലിയ പാൻ ഇന്ത്യൻ പടങ്ങളിൽ പോലും അല്ലെങ്കിൽ വലിയ ബിഗ് ബഡ്ജറ്റ് പടങ്ങളിൽ പോലും ഇത്രയും നല്ലൊരു ഡബ്ബ് ഞാൻ കണ്ടിട്ടില്ല. അതിലൊക്കെ മെയിൻ ക്യാരക്ടേഴ്സിനോ അല്ലെങ്കിൽ മെയിൻ ആക്ടേഴ്സിനോ ആക്ട്രസിനൊക്കെ മാത്രമായിരിക്കും നല്ല ഡബ്ബ് കൊടുക്കുക. ബാക്കിയുള്ളവർക്കൊക്കെ ചിലപ്പോൾ ഒരാൾ തന്നെയായിരിക്കും വോയിസ് മാറ്റി അങ്ങോട്ടും കൊടുക്കുക. പക്ഷേ ഇതിലങ്ങനെയല്ല. ചെറിയ ഞാൻ ഈ പറഞ്ഞ പോലെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ക്യാരക്ടേഴ്സും ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ സിനിമയിൽ സ്കാറ്ററായി കിടക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഡിസ്റ്റിൻ്റ് ആയിട്ടുള്ള ഡബ്ബ് കൊടുത്ത് അവരുടെ മാനേഴ്സും പ്രോപ്പറായിട്ട് മനസ്സിലാക്കി, അവരുടെ മോഡുലേഷൻസ് പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയിട്ട് സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഡബ്ബ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് അവരുടെ ഒരു കോമഡി അല്ലെങ്കിൽ അവരുടെ, ഇപ്പോൾ ചിലവർ പറയും ഇത് അവരുടെ റൂറലായിട്ടുള്ള അവർക്ക് മാത്രം ഇഷ്ടപ്പെടുന്ന സംഭവമാണെന്ന്. പക്ഷേ ഈ ഡബ്ബ് കാരണം, മലയാളം ഡബ്ബ് കാരണം നമുക്കും കൂടി ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് സിനിമ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാത്തരം ഇപ്പോൾ അവർക്ക് മാത്രം ഇഷ്ടപ്പെടുന്ന പടം എന്നല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു നാട്ടിൽ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതേപോലത്തെ കുറേ ആൾക്കാരുണ്ടാവും. സോ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഈ പറയുന്ന പലചരക്ക് കടയുടെ ഫ്രണ്ടിലിരിക്കുന്ന ആളും പിന്നെ ഈ അളിയൻ എന്ന് പറഞ്ഞ ആളും, ആളിയും ഞാൻ ഈ പറഞ്ഞ പോലെ ആളിയും വരുമ്പോൾ ഒരു BGM ഉണ്ട്. ഈ പടത്തിൽ എല്ലാവർക്കും BGM ഉണ്ട്. ഈ ഡബ്ബ് പോലെ തന്നെ ഈ ആട് 1-ലോ 2-ലോ 1-ലൊക്കെ തന്നെ ഓരോ ക്യാരക്ടേഴ്സിനും ഓരോ BGM വെച്ചിട്ടുള്ള പോലെ ഇതിൽ ഓരോ ക്യാരക്ടേഴ്സിനും ഓരോരോ BGM വെച്ചിട്ടുണ്ട്. ഈ അളിയൻ്റെ BGM ചില നേരത്തെ ഒരു മാറ്റുന്നുണ്ട്. അതിലും എനിക്ക് വലിയ ഒരു ഞെട്ടൽ തോന്നി. കാരണം ഒരു സാധനം എടുത്ത് അവർ ഇട്ടു കഴിഞ്ഞു, ഓക്കെ. ഈ കന്നഡയിലുള്ള ട്രാക്ക് നമുക്ക് മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് വന്നിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് ഈ പടത്തിൽ. ഇപ്പോൾ ഈ അളിയൻ വന്നല്ലോ എന്ന് പറയുന്ന സാധനം ചില സമയത്ത് ഒരു പോയിന്റ് എത്തുമ്പോൾ ഈ അളിയൻ വീഴുന്നൊരു സീനുണ്ട്. അവിടെ ഈ BGM ഒരു ട്രാക്ക് മാറ്റിയിട്ട് ലൈൻസ് മാറ്റിയിട്ട് അളിയൻ വീണല്ലോ എന്നാക്കി. അത്രയും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ഇവർ ശ്രദ്ധിച്ചിട്ട് നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പറയേണ്ട ആവശ്യം, ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അവർക്ക് അങ്ങോട്ട് വെറുതെ അങ്ങോട്ട് വിട്ടാൽ മതി എന്നുള്ളൊരു സാധനമായിരുന്നു. പക്ഷെ ഇങ്ങനെ കുഞ്ഞു കുറേ ക്യാരക്ടേഴ്സിനെ പ്ലേസ് ചെയ്തത് കൊണ്ട് അവർ നമ്മൾ പിന്നെ കാണുന്നുണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ഈ ക്യാരക്ടേഴ്സിനെ കാണുന്നുണ്ട്. വൺസ് അവരൊന്ന് ചെയ്ത് വെക്കുന്നു. ഇപ്പോൾ ഷർട്ട് ചുളിയാത്തൊരു ക്യാരക്ടർ ഉണ്ട്, ഈ പറഞ്ഞ പോലെ എപ്പോഴും വെള്ളമടിക്കുന്നൊരു ക്യാരക്ടർ ഉണ്ട്. അങ്ങനെ അല്ലെങ്കിൽ അങ്ങനത്തെ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് പടം കഴിഞ്ഞ് ഇറങ്ങി വന്നാലും ചെറിയ ക്യാരക്ടേഴ്സ് നമുക്ക് മനസ്സിൽ തങ്ങി നിൽക്കുന്ന രീതിയിൽ ചെയ്തത് കൊണ്ട് പടം മൊത്തത്തിൽ ഒരു നിറഞ്ഞു നിൽക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ചിലപ്പോൾ ഒരു അമ്മ ക്യാരക്ടർ ഒരു ചെറിയ കുട്ടീനെ ഇപ്പോൾ പ്രേതത്തിനെ കണ്ടു എന്ന് പറയുന്ന സമയത്ത് വേണമെങ്കിൽ തള്ളിയിട്ടിട്ട് പോകുന്നുണ്ട്. അത് ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന പരിപാടിയാണ്, സിനിമയിലെ മെയിൻ ഫോക്കസ്ഡ് ആയിട്ടുള്ള സാധനമല്ല. എന്നാൽ പോലും അത് ബാക്ക്ഗ്രൗണ്ടിൽ അത് നടക്കുമ്പോൾ നമ്മളത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിരി വരുന്ന രീതിയിൽ കുറച്ച് സാധനങ്ങൾ സിനിമയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് മലമറയ്ക്കുന്ന അല്ലെങ്കിൽ വലിയ സംഭവമായിട്ടല്ല ഞാൻ പറയണത്, ചെറിയ പടമാണ്, ഇവർക്കൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷേ ഓരോ ഫ്രെയിമിലും ഓരോ സീക്വൻസിലും എങ്ങനെയൊക്കെ പറ്റാവുന്നിടത്തോളം എത്ര ചിരിപ്പിക്കാൻ പറ്റും അത്ര ഇവർ നോക്കിയിട്ടുണ്ട്.
ചിലതൊക്കെ നമുക്ക് ക്രിഞ്ചായിട്ടോ ചിലതൊക്കെ ഓവറായിട്ടൊക്കെ തോന്നാം. പക്ഷേ ഞാൻ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാതെ, ഞാൻ ത്രൂ ഔട്ട് ചിരിച്ച് മറിച്ചു ഒന്നുമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാതെ എൻജോയ് ചെയ്ത് കണ്ടൊരു പടമാണ്. ആൻഡ് ഹൊറർ എലിമെൻറ്റ്സ് ഈ സിനിമയിൽ തീരെ ഇല്ല, അത് തീരെ കുറവാണ്. ആക്ച്വലി ഹൊറർ ഉണ്ടെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സൂപ്പർ നാച്ചുറൽ സാധനമാണെന്ന് പറഞ്ഞ് ഫലിപ്പിക്കാനല്ല സിനിമ നോക്കിയിട്ടുള്ളത്. ഒരു നോർമൽ അല്ലെങ്കിൽ നമുക്ക് റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാധനം, അതിലെങ്ങനെ കുറച്ച് കോമഡി കൊണ്ടുവരാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ ഹൊററും പ്രതീക്ഷിക്കരുത്. എനിക്ക് പറഞ്ഞാൽ ഓവർ ഒരു ലോ ഫ്രൈഔട്ടും സിനിമയിൽ തിയേറ്റർ മുഴുവൻ ഇരുന്ന് കുലുങ്ങിച്ചിരിക്കുക എന്നുള്ളൊരു സീക്വൻസുകളൊന്നും ഇല്ല. അത് ഓരോരുത്തർക്കും പേഴ്സണലി ചിലപ്പോൾ ഇപ്പോൾ നമുക്ക് ആ ക്യാരക്ടർ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ചിരി വരും. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു ക്യാരക്ടർ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ റിയൽ ലൈഫിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ നമുക്ക് അറിയാമെന്നുള്ള രീതിയിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ചിരി വരും എന്നുള്ള രീതിയിൽ കുറച്ച് റിലേറ്റബിൾ ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് പടം പോവുക. അപ്പോൾ ഇങ്ങനെ നല്ല കുറേ ക്യാരക്ടേഴ്സ് ഉള്ളത് കൊണ്ട് ഒരു ഫീൽ ഗുഡ് മോഡിൽ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു പടമായിട്ട് എനിക്ക് തോന്നി. എക്സ്പെക്ടേഷൻ ഒരുപാടൊന്നും വെച്ച് പോകരുത്. ഒരു സിമ്പിൾ പടം, വളരെ സിമ്പിളായിട്ടുള്ള ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു പടം പ്രതീക്ഷിച്ച് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സാറ്റിസ്ഫൈ ആവുന്ന ഒരു പടം തന്നെയാണ്. കണ്ടവരുണ്ടെങ്കിൽ സിനിമ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീണ്ടും കാണാം.